പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഞാനൊരു വചനം വായിക്കട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സോടെ ആയിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. ആരാ നമ്മുടെ ദൈവം? സിംഹത്തിൻ്റെ വായടച്ച് നമ്മെ വിടുവിക്കുന്നത്. അലറുന്ന സിംഹത്തിൻ്റെ വായടയ്ക്കാൻ ആർക്കാ കഴിയുന്നത്? പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞവൻ ചൂടാടി സഞ്ചരിക്കുക, ചുറ്റിക്കറങ്ങി നടക്കുക. ഗർജിക്കുന്ന ആ സിംഹത്തിന്റെ വായടയ്ക്കാൻ ആർക്കാ കഴിയുന്നത്? സഹോദരങ്ങളെ, നമ്മെ വിഴുങ്ങിക്കളയത്തക്ക നിലയിലുള്ള പദ്ധതിയായിട്ട് പിശാച് ഓടി നടക്കുന്നത്. അവൻ അലറി വിളിച്ച് വാ തുറന്ന് നടക്കുക. ആ പിശാചിന്റെ കയ്യിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കിട്ടത്തില്ല. നമ്മെ പിശാച് നമ്മെ മുച്ചൂടെ നശിപ്പിച്ചു കളയും. പക്ഷെ ഇവിടെ പറയുന്ന ദാനിയേല് ഒരു സാക്ഷ്യം പറയുക, അല്ലയോ രാജാവേ, സിംഹത്തിന്റെ ഗുഹയിലേക്ക് എന്നെ എറിയപ്പെട്ടു, സത്യമാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ആ സിംഹത്തിന്റെ വായെ അടച്ചെന്നെ വിടുവിച്ച ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെതിരായി വരുന്ന അലറുന്ന അനുഭവത്തിലുള്ള ഗർജിക്കുന്ന ചില പ്രശ്നങ്ങൾ, നിരാശ പോലെ കടന്നു വന്ന് നമ്മെ മൂച്ചൂടെ വിഴുങ്ങിക്കളയാൻ വരുന്ന തിരമാലകൾക്ക് സമമായ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ നമ്മൾ ഏത് സമയത്ത് നമ്മെ വിഴുങ്ങിക്കളയാം. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ അങ്ങനെയുള്ള കാര്യങ്ങൾ വിഴുങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. മനുഷ്യർ നിനക്കെതിരായി തന്ത്രങ്ങളും മന്ത്രങ്ങളുമായി പിശാചിനെ അഴിച്ചുവിടുമ്പോൾ, ദൈവത്തിലെ നിനക്കെതിരായി ശത്രുക്കൾ അഴിച്ചുവിട്ട പിശാചിന്റെ വായടച്ച് ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. നിന്റെ തലമുറകളെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട് അത് പിശാച് അലറുന്ന സിംഹത്തെ പോലെ നിന്റെ തലമുറയ്ക്കെതിരായി വാദഗതികളുമായി വരുമ്പോൾ ഓർത്തുകൊള്ളുക, നീ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു പിതാവാണോ? ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മാതാവാണോ? നിന്റെ തലമുറകളുടെ മേൽ ദൃഷ്ടി വെക്കാതെ ശത്രുവിന്റെ പിടിയിൽ നിന്നും, അതെ, ശത്രുവിന്റെ ദൃഷ്ടി നിന്റെ തലമുറകളുടെ മേൽ വീഴാതെ വേണം ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവം വിടുവിക്കണമെങ്കിൽ ഇവിടെ ദാനിയേൽ പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം. സ്തോത്രം. വല്ലവരും വിശ്വസിക്കുന്നത് പറഞ്ഞുകൊണ്ടായില്ല. നമുക്കൊരു വിശ്വാസം വേണം. പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവിക വിടുതലിലും ദൈവവേദന നിനക്കൊരു വിശ്വാസം ഉണ്ടോ? മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞോട്ടെ, കുറ്റപ്പെടുത്തിക്കോട്ടെ. അവര് നമ്മയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് അവർ കുറ്റപ്പെടുത്തും. ആ കുറ്റപ്പെടലുകളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമുക്ക് നമ്മുടെ ദൈവത്തിൽ ഒരു വിശ്വാസമുണ്ടോ? സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ദൂത് പറയുന്ന എനിക്ക് എൻ്റെ ദൈവത്തിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. ലോകപ്രകാരമുള്ള മനുഷ്യനേക്കാൾ അധികമായി എനിക്ക് ജന്മം നൽകിയ എൻ്റെ മാതാപിതാക്കന്മാരെയും എൻ്റെ കൂട്ടു സഹോദരങ്ങളെക്കാൾ അധികമായി ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് വേണ്ടി ചങ്കിലെ ചോര ഊറ്റിയ എൻ്റെ കർത്താവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കർത്താവ് എനിക്കെതിരായി വരുന്ന സകല ദോഷങ്ങളെയും എൻ്റെ ദൈവം മാറ്റുമെന്നൊരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാ ഈ പകൽ വേളയിൽ ഞാൻ നിങ്ങളോട് ഈ ദൂത് സംസാരിക്കുന്നത്. ആ വിശ്വാസം നിങ്ങളിലേക്ക് ഞാൻ കൈമാറുകയാ. നിങ്ങൾ വിശ്വസിച്ച് അലറുന്ന സിംഹത്തിന്റെ വായടച്ച് ദാനിയേലിനെ വിടുവിച്ചെങ്കിൽ നമുക്കെതിരായി വരുന്ന സകല അലറുന്ന അനുഭവങ്ങളെയും ദൈവം നമ്മെ വിടുവിക്കാൻ പോയെന്ന് പകൽ വേളയിൽ വിശ്വസിച്ച് നിങ്ങളുടെ പ്രയാസങ്ങളെ ദൈവം മാറ്റും, നിങ്ങളുടെ വേദനകളെ ദൈവം മാറ്റും, നിങ്ങളുടെ സങ്കടങ്ങളെ ദൈവം മാറ്റും. ഇന്ന് പകൽക്കാലം ദൈവം ആരാ നിങ്ങൾക്ക്? അലറുന്ന സിംഹത്തിന്റെ വായടച്ച് ദാനിയേലിനെ വിടുവിച്ച ദൈവം, അതേ ദൈവം നിങ്ങളെയും വിടുവിക്കാൻ പോകുകയാണ്. നിങ്ങൾക്കെതിരായി ശത്രു അതേ അലറി വരുമ്പോൾ
ഓർത്തുകൊള്ളുക, ധൈര്യത്തോടെ വിശ്വസിച്ച് കർത്താവ് നിങ്ങളെ വിടുവിക്കും, വിടുവിക്കും, വിടുവിക്കും. ഇന്ന് മാത്രമല്ല, നാളെയും എല്ലാ നാളും ദൈവം നിങ്ങളെ വിടുവിക്കും. ഈ വചനത്തെ വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വിടുതലുകൾ അനുഭവിച്ചറിയുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ദാനിയേൽ പറഞ്ഞ പോലെ പറയാ, ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം. ആ കർത്താവിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങളെ വിടുവിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ വചനം സന്തോഷമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളത് ഷെയർ ചെയ്യുക, നിങ്ങളിത് ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചറിയിക്കുക. ദൈവ ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.